പ്ലസ് ടു കോമേഴ്സ് ഫാമിലി. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ ഡ്രോ എ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ. ഇതിന് മുന്നേ ഒക്കെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകളിലും ലൈവുകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ലൈവിൻ്റെ സെഷനിൽ പോയി ഒന്ന് കണ്ടാൽ മതി. ഇനി മുന്നോട്ട് നമ്മൾ കുറേ ലൈവ് സെഷൻസ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പം ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു പോർഷൻ സ്പെസിഫിക്കലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എല്ലാ ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനും ഒക്കെ കാണുന്ന ഡയഗ്രാം വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 4 മാർക്കിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. കാരണം ഡയഗ്രാം ചോദിച്ചില്ലെങ്കിലും ഇങ്ങനെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നല്ല എക്സ്ട്രാ മാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എഴുതിയിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് ഒതുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡയഗ്രാം ഉള്ളതെല്ലാം പഠിച്ചിട്ട് പോവുക. ടേബിള് അങ്ങനെ പറയുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പിക്ചർ മനസ്സിൽ വെക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് സെൻഡർ. സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻഡ് ചെയ്യുന്ന വ്യക്തി അല്ലെ. നമ്മൾ ഇപ്പോൾ വാട്സാപ്പിൽ നിന്നൊരു മെസ്സേജ് ഞാൻ എടുത്ത് സെൻഡ് ചെയ്യുന്ന ഈ എന്നെ സെൻഡർ എന്ന് വിളിക്കാം അല്ലേ. സെൻഡർ മീൻസ് പേഴ്സൺ ഹു കൺവേസ് ഹിസ് തോട്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഫോൺ എടുക്കുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുക അല്ലേ. അപ്പം എൻ്റെ തോട്ട് നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്ന ആ വ്യക്തിനെ സെൻഡർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓർ ഐഡിയാസ് ടു റിസീവർ അല്ലേ. ഇപ്പം റിസീവർ എന്ന് പറയുന്നത് ഞാൻ സെൻഡർ ആണെങ്കിൽ എൻ്റെ ആ മെസ്സേജ് കിട്ടുന്ന വ്യക്തിനെ നമുക്ക് ആരെന്ന് പറയാം? റിസീവർ എന്ന് പറയാം അല്ലേ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സിമ്പിളാണ്. ഈ ഡയഗ്രമാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത്. ഓക്കെ, ബാക്കി എക്സ്പ്ലനേഷൻ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റും, പക്ഷേ ഡയഗ്രാം നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചിട്ട് പോകുക. ഓക്കെ, ആൻഡ് ഹി റെപ്രസെന്റ് the source of communication and initiate the process of communication. കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഇനിഷ്യേഷൻ ലെവൽ അല്ലെങ്കിൽ ആദ്യം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ തോട്ട്സും ഐഡിയാസും ഒക്കെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കുന്ന ആ വ്യക്തിനെ നമ്മൾ എന്തെന്ന് പറയാം? സെൻഡർ എന്ന് പറയാം അല്ലേ. അപ്പോൾ രണ്ടാമത്തെയാണ് മെസ്സേജ്. എന്താണ് മെസ്സേജ്? നമ്മൾ കൊടുക്കുന്ന ആ ഒരു സാധനം അല്ലേ. മെസ്സേജ് ഇസ് ദ സബ്ജക്റ്റ് മാറ്റർ. ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ നമുക്ക് മെസ്സേജ് എന്ന് പറയാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ നമുക്ക് മെസ്സേജ് എന്ന് പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫാക്ട്, ഐഡിയാസ്, ഫീലിംഗ്സ്, ഒപ്പീനിയൻ, ഓർഡേഴ്സ് എക്സെട്ര അല്ലേ. എൻ്റെ ഐഡിയ ആയിക്കോട്ടെ, എൻ്റെ ഫീലിംഗ്സ് ആയിക്കോട്ടെ, എൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എൻ്റെ ഓർഡേഴ്സ് ആയിക്കോട്ടെ. ഇപ്പം ഞാനൊരു മാനേജർ ആണെങ്കിൽ എൻ്റെ സബോർഡിനേറ്റ് എടുത്ത് നാളെ ഇന്ന വർക്ക് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞയക്കുന്ന ആ ഒരു മെസ്സേജിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. അതൊരു ഓർഡറാണ് അല്ലേ. അപ്പം അതിനെ നമുക്ക് ഒരു മെസ്സേജായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. മൂന്നാമത്തെയാണ് എൻകോഡിങ്. ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ആദ്യം സെൻഡർ, പിന്നെ എൻകോഡിങ്ങിലൂടെയാണ് നമ്മൾ മെസ്സേജസിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പം എന്താണ് ഈ എൻകോഡിങ്? ഇപ്പം ഈ മെസ്സേജിൻ്റെയും സെൻഡറിൻ്റെയും നടുക്ക് വരുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ദ മെസ്സേജ് ഇൻ ടു വേർഡ്സ് അല്ലേ. എൻ്റെ മനസ്സിലുള്ള ആ ഒരു മെസ്സേജ് വേർഡ്സോ പിക്ചറോ ജസ്റ്റേഴ്സോ ഒക്കെ ആക്കി മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ തന്നെ അത് എൻകോഡ് ചെയ്യുവാണ്. എൻ്റെ മൈൻഡിലിരിക്കുന്ന സാധനം ഞാൻ വാക്കുകളാക്കി അല്ലെങ്കിൽ ഇമോജീസ് ആക്കി അല്ലെങ്കിൽ പിക്ചേഴ്സ് ആക്കി ഞാൻ മാറ്റുന്നതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. നാലാമത്തെയാണ് മീഡിയ. ഏത് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്, ഏത് പാത്ത് അല്ലെങ്കിൽ ഏത് ചാനലാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുന്നു. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഏതിനെ പറ്റിയാണ്? വാട്സാപ്പിനെ പറ്റിയാണ് അല്ലേ. അല്ലാതെ കുറേ സോഷ്യൽ മീഡിയാസ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പിന്നെന്താണ് നമുക്ക് ഇതുപോലെ യൂട്യൂബ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ മീഡിയാസ് ഉണ്ട്. ലെറ്റർ ആയിക്കോട്ടെ, ഫോൺ കോൾസ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു മീഡിയയാണ്. ഓക്കെ, അഞ്ചാമത്തെയാണ് ഡീകോഡിങ്. ഇപ്പോൾ ഡീകോഡിങ് എവിടെയാണ് വരുന്നത്? മെസ്സേജ് കഴിഞ്ഞിട്ട് റിസീവറിലേക്ക് എത്തുന്നതിന് മുന്നേ ആണ് ഡീകോഡിങ് വരുന്നത്. ഡീകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എൻകോഡഡ് സിമ്പിൾസ് ബൈ ദ റിസീവർ ഫോർ ദ പർപ്പസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു റിസീവർ ഞാൻ അയച്ച ഒരു സാധനം ഡീകോഡ് ചെയ്യുവാണ് അല്ലെ. എന്താണ് ഞാൻ അയച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാണ്. അതാണ് കൺവേർട്ടിംഗ് എൻകോഡഡ് സിമ്പിൾ. ഞാൻ അയച്ച ആ എൻകോഡഡ് ആയിട്ടുള്ള സിമ്പിൾസ് ബൈ റിസീവർ ഫോർ ദ പർപ്പസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ വേണ്ടി അത് ഡീകോഡ് ചെയ്തെടുക്കുവാണ് അല്ലേ. അപ്പം നമ്മൾ കോഡ് ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ, കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ കാണുന്ന ആൾ അതെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. റിസീവർ ആരാന്നോ ആ ഒരു മെസ്സേജ് കിട്ടുന്ന വ്യക്തി അല്ലെ. ദ പേഴ്സൺ ഹു റിസീവ്സ് ദ മെസ്സേജ്. നമ്മൾ നേരത്തെ അയച്ച ആ ഒരു മെസ്സേജ് കിട്ടുന്ന വ്യക്തിനെ നമുക്ക് റിസീവർ എന്ന് പറയാൻ പറ്റത്തില്ലേ? പറ്റും. ഏഴാമത്തെയാണ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് വരുന്നത് ഇവിടെയാണ്. അതായത് റിസീവറിലേക്ക് മെസ്സേജ് എത്തി, ഡീകോഡ് ചെയ്ത് മെസ്സേജ് എത്തി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫീഡ്ബാക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന കാരണം
ഈ ഫീഡ്ബാക്ക് നേരെ ആരിലേക്കാണ് പോകുന്നത്? സെൻറ്ററിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പം ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് നിങ്ങൾ സീനാക്കി ബ്ലൂ ടിക്ക് 2 ടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആ മെസ്സേജിനുള്ള റിപ്ലൈ തരണം അല്ലേ? ഇപ്പോൾ റിപ്ലൈ തന്നില്ലെങ്കിൽ ഒന്നീ നിങ്ങൾ തിരക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ച മെസ്സേജ് മനസ്സിലായി കാണത്തില്ലായിരിക്കും അല്ലേ? അപ്പം ഈ റിസീവർ ആ മനസ്സിലാക്കിയ സാധനത്തിനൊരു റിപ്ലൈ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിനാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. മീൻസ് ദ റിയാക്ഷൻ ഓർ റെസ്പോൺസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ റിസീവർ ഹാസ് അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ്. അപ്പോൾ ഈ ഫീഡ്ബാക്കിലൂടെ നമുക്ക് മനസ്സിലാവും ഓക്കെ മനസ്സിലായി അല്ലേ? ഇപ്പം നമ്മളാണെങ്കിലും ഇവിടെ നമ്മുടെ ക്ലാസ്സുകളെ പറ്റി ഫീഡ്ബാക്ക് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ആ മെസ്സേജസിലൂടെ നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. 8ാമത്തെയാണ് നോയ്സ് എന്ന് പറയുന്നത്. നോയ്സ് എവിടെയാണ് വരുന്നത്? അതെ, ഈ സെൻറ്ററിൻ്റെ റിസീവറിൻ്റെ ഒക്കെ നടുക്കായിട്ട് ഈ മെസ്സേജിൻ്റെ ആ ഒരു ഭാഗത്താണ് വരുന്നത്. ഇറ്റ് ഇസ് എ പാത്ത് മീഡിയ അല്ല. നോയ്സ് ഇറ്റ് മീൻസ് എൻ ഒബ്സ്ട്രക്ഷൻ ഓർ ഹിൻഡ്രൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലേ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ ഹിൻഡ്രൻസ്, ബുദ്ധിമുട്ടുകൾ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് എത്താൻ പറ്റാത്ത അവസ്ഥകൾ. ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നെറ്റ് ഇല്ലാതെ വരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് പെട്ടെന്ന് സെർവർ ഡൗൺ ആവുന്നു, അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനൊരു ബുദ്ധിമുട്ട് വരും അല്ലേ? അതിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് മീൻസ് ദി ഒബ്സ്ട്രക്ഷൻ ഓർ ഹിൻഡ്രൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു തടസ്സത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നോയ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇമേജ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാതെ പോകരുത്, പ്രത്യേകിച്ച് ക്രിസ്മസ് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറേ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. ബൈ.